നമുക്ക് സെൽഫ് പ്രൊട്ടക്ഷൻ ഇപ്പോഴത്തെ കാലത്ത് എന്നെ സംബന്ധിച്ചോളം ഈ രാത്രി പുറത്തിറങ്ങുമ്പോൾ ഇപ്പോഴത്തെ പെൺപിള്ളേർക്കൊക്കെ ഒരു ഇതായിട്ട് നമുക്കൊരു പേടിയില്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോവാം. നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്മാർട്ട് പ്ലസ് സഫാരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ രാജീവ് പുതനൂർ. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നിരഞ്ജൻ അക്കാഡമിയിലെ ആയോധന കലകളാണ്. നമ്മൾ 5 വയസ്സ് മുതലാണ് മാർഷൽ ആർട്സിനകത്ത് കുട്ടികളെ അഡ്മിഷൻ എടുക്കുന്നത്. പക്ഷെ നമ്മളിവിടെ 3 വയസ്സ് മുതലുള്ള കുട്ടികളെ ഇവിടെ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. 3 വയസ്സുള്ള ഒരു കുഞ്ഞാണിത്. ഇത് കഴിഞ്ഞ നിജസ്തുവിൻ്റെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫ്ലെക്സിബിലിറ്റിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. ഗോൾഡ് മെഡലായിരുന്നു. മോളൊന്ന് സ്ട്രെച്ച് ചെയ്തേ മോനെ, സ്ട്രെച്ച് ചെയ്തേ, കാല് വൈഡാക്കി. ഓക്കെ, വൈഡായി. ഓക്കെ, കൈ തൊഴുതേ. ഓക്കെ, ഹെഡ് ടച്ച്, ഹെഡ് ടച്ച്, ഹെഡ് ടച്ച്. ഓക്കെ, എണീറ്റോ. ഓക്കെ, ഇതുപോലെ കുട്ടികൾ നല്ല പെർഫോമൻസായിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു കുട്ടികളോടുള്ള താല്പര്യം നല്ല നിലയിൽ അവരെ മാർഷൽ ആർട്സ് പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. അവരെ നല്ല മനുഷ്യരായിട്ട് മാറ്റാനും നമുക്ക് കഴിയുന്നുണ്ട്. ഓക്കെ, മോൻ പോയിക്കേ. നമ്മുടെ ഇൻ്റർനാഷണൽ അക്കാഡമി ഓഫ് നിഞ്ച ആൻഡ് കിക്ക് ബോക്സിംഗ് ആണ് ഇവിടെ ഈ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 29 വർഷക്കാലം കൊണ്ട് മാങ്കാങ്കുഴി അതുപോലെ തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. നമ്മുടെ കുട്ടികളാണെങ്കിൽ ഒട്ടനവധി ചാമ്പ്യൻഷിപ്പുകളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. അതിലെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് പങ്കെടുത്തവരുണ്ട്, നാഷണലുണ്ട്, അതുപോലെ തന്നെ ഇൻ്റർനാഷണലും ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തവരുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയ ഒരു കൊച്ചു കുഞ്ഞാണ് ഇത്. നിജസ്തുവിൻ്റെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ആളാണ്. പേര് സായി, ഗോൾഡ് മെഡലായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ സായിയുടെ പ്രോഗ്രാമിൽ പങ്കെടുത്ത ശ്രാവന്തിക അനിൽ ഗോൾഡ് മെഡലായിരുന്നു. അതുപോലെ തന്നെ അനന്യ, ഇവിടേക്ക് നമ്മുടെ സായിയുടെ ഖേലോ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ സ്പോർട്സ് കോട്ടയിൽ ഗേൾസിൻ്റെ മത്സരത്തിൽ പങ്കെടുത്തവരാണ് വൈഗ, വേദ, അതുപോലെ തന്നെ ശ്രാവന്തിക, നമ്മുടെ അനന്യ, പിന്നെ അതുപോലെ ഇത്രയും പേരാണ് ഗേൾസിൻ്റെ മത്സരത്തിൽ പങ്കെടുത്തത്. ഇവരെല്ലാം ഗോൾഡ് മെഡലാണ്. ഇവർ നിരന്തരമായി അത് സിലാട്ട് എന്ന് പറഞ്ഞൊരു ആർട്ടുണ്ട്, പെൻകാക് സിലാട്ട് എന്ന് പറഞ്ഞൊരു ആർട്ടുണ്ട്. അതിൽ ഗോൾഡ് മെഡൽ മേടിച്ചവരാണ്. അതിലും നമ്മുടെ കുട്ടികളെ ചാമ്പ്യൻഷിപ്പിലൊക്കെ പങ്കെടുപ്പിക്കുന്നുണ്ട്. അത് സ്റ്റേറ്റും നാഷണലും എല്ലാം ഉണ്ട്. അതുപോലെ സായി പങ്കെടുപ്പിക്കുന്നുണ്ട്. സായിയിൽ ഇവർ പോയി മെഡൽ മേടിച്ചിട്ടുണ്ട്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ആളാണ് നമ്മുടെ അമരേഷ് ഗോൾഡ് മെഡലായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഭരത് നാഷണൽ അതുപോലെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. കിക്ക് ബോക്സിങ്, മുയ്ത്തായി, അതുപോലെ തന്നെ നമ്മുടെ സിലാട്ടിനും പെങ്കേജ് സിലാട്ടിനും നമ്മുടെ നിജസ്തുവിൻ്റെ ഇതിനകത്തും നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. അവരാണ്. അതുപോലെ തന്നെ ഇത്രയും പേര് വൈകാശ് ഇത്രയും പേര് നമ്മളെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തവരാണ്. ഇത് തമിഴ്നാട്ടിലാണ്. എന്നാൽ ഇവിടെ കേരളത്തിൽ വന്ന് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം 2 മുയ്ത്തായുടെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. ഒന്ന് തൃശ്ശൂരും അതുപോലെ തന്നെ ഒന്ന് കോഴിക്കോടും വെച്ച് നടന്ന മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. 2 മത്സരങ്ങളിലും ഗോൾഡ് മെഡലാണ്. അതുപോലെ തന്നെ നിജസ്തുവിൻ്റെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡലാണ്. ഇത് അഭിഷേക്, ഇതിൻ്റെ പേര് കമലേഷ് എന്നാണ്. ഈ ഗോൾഡ് മെഡൽ മേടിച്ച കമലേഷ്. ഇത് അഭിഷേകും നമ്മുടെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡലാണ്. ഇത് അഭിനവ് നമ്മുടെ ഗോൾഡ് മെഡലാണ്. സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്താണ് നിജസ്തുവിൽ. അപ്പം നിജസ്തുവിൽ പങ്കെടുത്ത് ഗോൾഡ് മെഡൽ നേടിയിട്ടുണ്ട്. പിന്നെ അഷ്ടമി നല്ല മിടുക്കിയാണ്. ഗോൾഡ് മെഡലാണ്. നിജസ്തുവിൽ ഗോൾഡ് മെഡൽ മേടിച്ചു. അഷ്ടമി ഒന്ന് സ്ട്രെച്ച് ചെയ്തേ. സ്ട്രെച്ചിങ് നല്ല സ്ട്രെച്ചായിട്ടിരിക്കുന്ന കുട്ടിയാണ്. നല്ലതായിട്ട് പെർഫോമൻസ് ചെയ്യുന്ന കുട്ടിയാണ്. ഓക്കെ, എണീച്ചോ. കാല് നേരെ മേളിലോട്ട് പൊക്കിക്കേ മോനെ. റെഡി. ഇതുപോലെ കാല് റൈസ് ചെയ്ത് നിൽക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ കഴിഞ്ഞ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ കുട്ടിയാണ്.
അതുപോലെ തന്നെ സൗരവ് സൗരവ് ഇനി ആരാ ഇനി വാ ഫ്രണ്ട് വാ. ഇവർ രണ്ടുപേരും നമ്മളെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് ഗോൾഡ് മെഡൽ നേടിച്ചു. മോനൊന്ന് ഇരുന്നേടി. സ്ട്രെച്ചിങ് നല്ല വൃത്തിയായിട്ട്, ഫ്ലെക്സിബിലിറ്റി നല്ല ഇതായിട്ടുള്ള ഒരു കുട്ടിയാണ്. ഒരുപാട് കുട്ടികളുണ്ട്. ഇവരെല്ലാം നാഷണൽ ഗോൾഡും ഒക്കെ മേടിച്ചതാണ്, സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പുകളിലും മേടിച്ചത്. അതുപോലെ ഇത് നമ്മുടെ കരാത്തെ ഫെഡറേഷനിലാണ് ഇത് പഠിച്ചിട്ടുള്ളത്. ചെറുപ്പം മുതലേ ബ്ലാക്ക് ബെൽറ്റാണ്. ഒത്തിരി ചാമ്പ്യൻഷിപ്പുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഫെഡറേഷൻ്റെ നാഷണൽ ചാമ്പ്യൻഷിപ്പ് വിന്നറാണ്. ഇപ്പോൾ നമ്മുടെ അക്കാഡമിയായിട്ട് ബന്ധപ്പെട്ട് ബോക്സിങ്, അത് മുയ്തായി, കിക്ക് ബോക്സിങ്, അതുപോലെ തന്നെ നിജസ്തും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ബെറ്ററാണ്. അദ്ദേഹത്തോട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മുടെ മാർഷൽ ആർട്സിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് പറയും. നമ്മുടെ മറ്റ് ആർട്ടുകളെക്കാട്ടിയൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. ബെറ്ററായിട്ടാണ്. ഒരേ ദിവസം കഴിയുമ്പോൾ അവരുടെ പവർ, നമ്മുടെ ശരീരത്തിൻ്റെ പവർ എങ്ങനെ കൂട്ടാം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് നമ്മൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഓരോ കുട്ടിക്കും ബോധ്യമാകുന്നതാണ്. അങ്ങനെയാണ് കുട്ടി അതിൻ്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പേര് അമൽ, ആകാശ് അങ്ങോട്ട് നിന്ന്. ഇതാണ് ഇത് പറയാനുള്ളത്. എൻ്റെ പേര് പവിത്ര. എത്ര വർഷം കൊണ്ട് പഠിക്കുന്നുണ്ട്? ഞാൻ 1 വർഷം. ഞാൻ 2.5 വർഷം. 2 വർഷം. ഈ മാർഷൽ ആർട്സ് പഠിക്കുന്നുണ്ട് നമുക്കുള്ള ഗുണമെന്താണ്? പക്ഷേ സ്കൂളിൽ നമ്മുടെ മറ്റു 2 സ്റ്റുഡൻസാണ്. അതെ. അവിടെ എങ്ങനെയുണ്ട് ഇവിടുത്തെ ക്ലാസ്സുകളൊക്കെ? അടിപൊളിയാണ്. എത്ര വർഷം കൊണ്ട് പഠിക്കുന്നു? ഞാൻ 5 വർഷം കൊണ്ട് 10 വർഷം കൊണ്ട് പഠിക്കുന്നു. 10 വർഷം കൊണ്ട് ഈ സ്കൂളിൽ പഠിക്കുന്നു. എങ്ങനെയുണ്ട് ക്ലാസ്സുകളൊക്കെ? നല്ലതാണ്. അപ്പം എത്ര വയസ്സ് കൊണ്ട് തുടങ്ങി ഇപ്പം ഈ പഠിക്കാൻ തുടങ്ങി? 10 വർഷം. 10 വർഷമായിട്ട് ഈ സ്കൂളിൽ തന്നെ ഉണ്ട്. ഇപ്പം ഇവർ ഏത് പൊസിഷനിലെത്തിയിട്ടുണ്ട്? പർപ്പിൾ ഫസ്റ്റാണ്. ഇദ്ദേഹം ബ്ലാക്ക് ബെൽറ്റാണ്. ഇദ്ദേഹം 10 വർഷമല്ല 15 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. നമ്മുടെ ഈ ക്ലാസ്സിൽ ഇപ്പം എത്ര ബ്ലാക്ക് ബെൽറ്റ് ഉണ്ട്? ഇവിടെ ഇപ്പം 3 ബ്ലാക്ക് ബെൽറ്റ്. നമുക്ക് മൊത്തത്തിലാണെങ്കിൽ 22 ബ്ലാക്ക് ബെൽറ്റുകൾസ് ഉണ്ട്. ശിഷ്യന്മാരായിട്ട് തന്നെ ഒരുപാട് പേരുണ്ട്. നമ്മുടെ മാർഷൽ ആർട്സ് പഠിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടികൾ നല്ല ഡിസിപ്ലിൻ ഉള്ളവരാക്കി മാറ്റുക. അതുപോലെ തന്നെ എല്ലാവരെയും ബഹുമാനിക്കുന്നവരായി മാറുക. എല്ലാവരെയും ബഹുമാനിക്കുക, പ്രായത്തിലുള്ളവരെ, അതിന് മുകളിലുള്ളവരെ. അതുപോലെ തന്നെ ആളുകളോടുള്ള സമീപനം, ഇതെല്ലാം ഒരു കുട്ടി എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ചിട്ടയായ ക്ലാസ്സാണ് ഇവിടെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നല്ല സ്വഭാവമുള്ളവരായിരിക്കണം. മറ്റ് ദുശീലങ്ങളോ മറ്റു കാര്യങ്ങളോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ദുശീലങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ മാറ്റം വരുവാനും ഇന്ന് ഫോണിൻ്റെ പരിപാടിയും അതുപോലെ എല്ലാവരും ഫോണിലുമൊക്കെയാണ്, ഗെയിമും മറ്റു കാര്യങ്ങളുമൊക്കെ. അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് മാർഷൽ ആർട്സ് അതാണ് ഒരു ലഹരി എന്നുള്ള രീതിയിലേക്ക് മാർഷൽ ആർട്സാണ് ലഹരി. ആ രീതിയിലേക്ക് കുട്ടികളെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. ഇവിടെ ആദ്യം ക്ലാസ്സിന് പങ്കെടുത്തുകൊണ്ടിരുന്ന ഏതാണ്ട് ഒരു 15 കുട്ടികളായിരുന്നു. ഇപ്പോൾ ഇത് 60ഓളം കുട്ടികളാണ് ഇവിടെ വരുന്നത് ഒരു ക്ലാസ്സിന്. അപ്പം അത് 3 ടേമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരു 100-200 കുട്ടികളോളം നമ്മുടെ ഇവിടെ മാങ്കാങ്കുഴി ക്ലാസ് ഉണ്ട്. നമ്മുടെ വിവിധ സ്ഥാപനങ്ങളുണ്ട് പല സ്ഥലത്തായിട്ട്. അവിടെ എല്ലാം ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. എല്ലാം കൂടി ഒരു 10,000 സ്റ്റുഡൻസ് എൻ്റെ കീഴിൽ തന്നെ കുട്ടികളുണ്ട്. എൻ്റെ കീഴിൽ ഒരു 8 ബ്ലാക്ക് ബെൽറ്റേഴ്സ് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, സ്പാർട്ടൻ സഫാരിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിരഞ്ജൻ അക്കാഡമിക്ക് സ്പാർട്ടൻ സഫാരിയുടെ എല്ലാവിധ നന്ദിയും അറിയിച്ചു കൊള്ളുന്നു. ഒപ്പം ഈ വീഡിയോ കണ്ട് ഇത്ര നേരം നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.